20 മണ്ഡലങ്ങളിലും എങ്ങനെയാണ് മുന്നണികൾ പ്രതീക്ഷ വെക്കുന്നത് എന്ന അവലോകനത്തിലേക്ക് പോവുകയാണ്. ആദ്യം തിരുവനന്തപുരത്തേക്ക് തന്നെയാണ് ബിനിൽ. ഓക്കെ, ആദ്യം തിരുവനന്തപുരത്ത് നല്ല മീനാണ് നമുക്കൊപ്പം ചേരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർണ്ണം. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. മണിക്കൂറുകൾക്കകം തന്നെ ലീഡ് നിലയും ട്രെൻഡ് നിലയും അറിയാം. സ്ട്രോങ് റൂമുകളെല്ലാം കനത്ത സുരക്ഷാ വലയത്തിലാണ്. അല്ലമീൻ നൽകും വിവരങ്ങൾ. അമീൻ, വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്? എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒപ്പം ജില്ലാ കളക്ടർമാരും ഉൾപ്പെടെ വിശദീകരിക്കുന്നത്? എത്രത്തോളം സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്? വിനിത, ബിനിൽ, നാളെ രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിരിക്കുകയാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങൾ, അതിന് 20 കേന്ദ്രങ്ങളുമുണ്ട് വോട്ടെണ്ണലിന് വേണ്ടി. ഓരോ കേന്ദ്രങ്ങളിലെയും നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ ഓരോ ഹാളുകളിലാണ് ഈ വോട്ടെണ്ണൽ നടത്തുന്നത്. ഓരോ ഹാളിലും പരമാവധി 14 ടേബിളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ടേബിളുകളിലാണ് ഓരോ റൗണ്ടായി വോട്ടെണ്ണൽ നടക്കുന്നത്. രാവിലെ 5:30-6 മണിയോടുകൂടി സ്ട്രോങ് റൂമുകൾ തുറക്കുകയും അവിടെയുള്ള ഈ മെഷീനുകളെല്ലാം തന്നെ ഈ ഹാളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യും. കനത്ത സുരക്ഷയിലും അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ഒരു അടിസ്ഥാനത്തിലുമായിരിക്കും ഈ സ്ട്രോങ് റൂം തുറന്ന് വോട്ടിംഗ് മെഷീനുകളും ബാലറ്റ് യൂണിറ്റുകളും എല്ലാം അവിടേക്ക് എത്തിക്കുക. എന്ന് മാത്രമല്ല, എങ്ങനെയാണോ ഈ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണോ ഈ ബാലറ്റ് യൂണിറ്റുകൾ സ്ട്രോങ് റൂമുകളിലേക്ക് കൊണ്ടുവച്ചത്, അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസോ അതിൽ നടന്നിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെയും സാന്നിധ്യത്തിൽ അത് ഉറപ്പാക്കുകയും ചെയ്യും. അതിനുശേഷമാണ് വോട്ടെണ്ണൽ നടപടികളിലേക്ക് പോകുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിശ്ചയിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മാത്രമായിരിക്കും പ്രവേശനാനുമതി. അതിൽ കൗണ്ടിംഗ് സൂപ്പർവൈസർ ഉണ്ടാവും, കൗണ്ടിംഗ് ഏജന്റുമാരുണ്ടാവും, മൈക്രോ ഒബ്സർവർമാരുണ്ടാവും, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, രാഷ്ട്രീയ ഈ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളുണ്ടാവും. അങ്ങനെ അനുവദിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമായിരിക്കും അവിടെ പ്രവേശിക്കാൻ അനുവാദമുള്ളത്. രാവിലെ 5-6 മണിയോടുകൂടി സ്ട്രോങ് റൂം തുറക്കും. 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് ആദ്യം എണ്ണുക. അതിനും ഈ ഓരോ ടേബിൾ പ്രത്യേകം കേന്ദ്രീകരിച്ചിട്ടുണ്ട്. പോസ്റ്റൽ വോട്ട് എണ്ണുന്നതിന് വേണ്ടി ഓരോ ടേബിളിലും പരമാവധി 500 പോസ്റ്റൽ വോട്ടുകളായിരിക്കും എണ്ണുക. അതിന് പ്രത്യേക ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാകും. 8 മണിക്ക് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞാൽ 8:30 ഈ വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങുക എന്നുള്ളതാണ്. ഓരോ റൗണ്ട് കഴിയുമ്പോഴും അത് വോട്ടിംഗ് മെഷീൻ നമുക്കറിയാം, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ്. വോട്ടിംഗ് മെഷീൻ തുറന്ന് അതിൽ റിസൾട്ട് കാണുന്ന ബട്ടണിൽ ഈ സൂപ്പർവൈസർ ബട്ടൺ അമർത്തും, പ്രസ് ചെയ്യും. അപ്പോൾ ഓരോ സ്ഥാനാർത്ഥിക്കും എത്ര ആ ബാലറ്റ് യൂണിറ്റിൽ എത്ര വോട്ടുകൾ രേഖപ്പെടുത്തി എന്നുള്ളത് അതിൽ രേഖപ്പെടുത്തും. അതിൽ സ്ക്രീനിൽ തെളിയും. അത് ഈ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ഓരോ റൗണ്ടും പൂർത്തീകരിച്ചതിന് ശേഷം VVPAT എണ്ണുന്നതിലേക്ക് കടക്കും. VVPAT തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്, സുപ്രീം കോടതിയുടെയൊക്കെ നിർദ്ദേശമുള്ളത്, ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും റാൻഡം സെലക്ഷനിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട 5 പോളിംഗ് ബൂത്തുകളിലെ ഇലക്ട്രോണിക് ബാലറ്റ് യൂണിറ്റിലെ VVPATകൾ എണ്ണണമെന്നുള്ളതാണ്. അങ്ങനെ ഓരോ ഘട്ടം കഴിയുമ്പോഴും ഏതാണ്ട് ട്രെൻഡും ഒരു ഫലസൂചനയുമൊക്കെ പുറത്തു വരുമെങ്കിലും ഈ VVPAT കൂടി എണ്ണിയതിനു ശേഷം മാത്രമായിരിക്കും അന്തിമ ഫലം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ സുതാര്യത ഉറപ്പാക്കുന്നതിന് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നത്. ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് ഈ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ചുമതല നൽകിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതിനോടകം പലതരത്തിലുള്ള പരിശീലനങ്ങൾ പല ഘട്ടങ്ങളിലായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥരെ ഓരോ പോളിംഗ് കേന്ദ്രത്തിലും നിയമിക്കുന്നതിനും ചില നടപടിക്രമങ്ങളുണ്ട്. അതൊരു റാൻഡം സെലക്ഷനിലൂടെയാണ്. അവരെയും ആദ്യം ഉദ്യോഗസ്ഥരെ സെലക്ട് ചെയ്യും. അവർ ഏത് ബൂത്തിലേക്ക് പോകണമെന്നുള്ളത് 3 റാൻഡം സെലക്ഷനിലൂടെയായിരിക്കും തിരഞ്ഞെടുക്കുക. ഇതിനോടകം 2 റാൻഡം സെലക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 3ാമത്തേത് നാളെ രാവിലെ നടക്കും. അതിനുശേഷമായിരിക്കും അവരെ നിശ്ചയിക്കപ്പെട്ട ബൂത്തുകളിലേക്ക് എത്തിക്കുക. കനത്ത സുരക്ഷാ വലയത്തിലാണ് ഇപ്പോഴും സ്ട്രോങ് റൂമുകൾ. മറ്റ് പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. വിനിത, ബിനിൽ.